SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ ലഭിച്ചിട്ടും പ്രവേശനം ലഭിച്ചിട്ടില്ല +1 എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും നിലനിൽക്കുന്നത്. കോഴിക്കോട് നിന്നാണ് അത്തരമൊരു വാർത്ത വരുന്നത്. ഇപ്പോൾ KSU പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നു. അതിലേക്ക് SSLC റിസൾട്ട് വന്നു. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി സ്കൂളിൽ പോയി പഠിച്ച് ഫുൾ A+ വാങ്ങുക എന്നുള്ളതാണ് അവന്റെ കടമയും അവന്റെ ഉത്തരവാദിത്വവും. ആ ഫുൾ A+ വാങ്ങിയ സൂര്യദത്തനും അഭിഷേകുമാണ് ഫുൾ A+ കിട്ടി +1 പ്രവേശനം ലഭിക്കാതെ 2 അലോട്ട്മെന്റ് പിന്നിട്ടിട്ടും +1 പ്രവേശനം ലഭിക്കാതെ ഇന്ന് കോഴിക്കോട് RDDയെ കാണാൻ വന്നത്. കാണാൻ വരുന്ന സമയത്ത് വലിയ പ്രയാസമുണ്ട് എന്നും വലിയ മാനസിക പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇന്നിവിടെ കാണാൻ വന്ന് RDDയോട് സംസാരിക്കുന്ന സമയത്ത് ജില്ലയിൽ എത്ര കുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചിട്ടുണ്ട് എന്നോ ഫുൾ A+ കിട്ടിയ അല്ലെങ്കിൽ ഉന്നതമായ മാർക്ക് വാങ്ങി ഫുൾ A+ അല്ല 9A+, 8A+ കിട്ടി ഉന്നതമായ മാർക്ക് വാങ്ങിയ എത്ര കുട്ടികളാണ് +1 പ്രവേശനം ലഭിക്കാത്തത് എന്ന് കണക്ക് പോലും ഈ RDD ഓഫീസിലോ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കയ്യിലില്ല എന്ന് പറയുന്നത് എത്രത്തോളം നിരുത്തരവാദപരമായാണ് മലബാറിലെ വിദ്യാർത്ഥികളെ കേരള ഗവൺമെന്റ് കാണുന്നത് എന്നതിന്റെ തെളിവാണ്. സീറ്റ് പ്രശ്നം ഇന്ന് ആദ്യമായി വന്നതല്ല. മലബാർ മേഖലയിൽ +1 സീറ്റുകളില്ല. സീറ്റ് വർധനയല്ല പരിഹാരം. ഓരോ ക്ലാസ് മുറികളിലും 60ഉം 70ഉം കുട്ടികളെ കുത്തിനിരിച്ചുകൊണ്ട് ക്ലാസ് മുറികളെ ട്രെയിൻ കമ്പാർട്ട്മെന്റുകളും മൈതാനങ്ങളുമാക്കി മാറ്റുന്ന സർക്കാരിന്റെ സമീപനങ്ങൾ ശരിയല്ല എന്നും ആവർത്തിച്ച് KSU പറയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറെ നാളുകളായി. എന്നിട്ടും ഇത് പ്രയാസം വരുമ്പോൾ സീറ്റ് വർധനമല്ല KSU ഇതിൽ ആവശ്യപ്പെടുന്ന പരിഹാര ഫോർമുല. KSU ആവശ്യപ്പെടുന്ന ബാച്ചുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ബാച്ചുകൾ വർദ്ധിപ്പിക്കുന്ന അനുസൃതമായി അധ്യാപകരെയും മറ്റ് വിദ്യാഭ്യാസ വകുപ്പിലെ സ്റ്റാഫുകളെയും നിയമിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം അവകാശമായ നാട്ടിൽ ആ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളതാണ് KSU ആവശ്യപ്പെടുന്നത്. അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം ഈ ഗവൺമെന്റ് കൈക്കൊള്ളുമ്പോൾ ഈ കുട്ടികൾക്ക് നീതി ലഭിക്കുന്നതിന് ഈ 2 കുട്ടികളല്ല, ഈ 2 കുട്ടികൾ ഒരു പ്രതീകം മാത്രമാണ്. ഫുൾ A+ കിട്ടുക. ഇതിനപ്പുറത്തേക്ക് കുട്ടി പഠിക്കേണ്ടത്. ഇവിടേക്ക് സമരവുമായി കടന്നു വരുമ്പോൾ ഞങ്ങളെ ഒന്ന് അറിയിക്കേണ്ടേ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ചോദിക്കുന്നത്. ഈ 2 കുട്ടികൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇവിടെയുള്ള എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും അറിയിച്ച് ഈ ഓഫീസിലേക്ക് കടന്നു വരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഈ ഓഫീസിന്റെ അടുത്ത് പോലും എത്താതെ ഞങ്ങളെ തടയാനുള്ള സംവിധാനം പോലീസിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ള പോലീസിന്റെ ധിക്കാരത്തോട്, പോലീസ് നടപടിയോട് സഹകരിച്ച് മുന്നോട്ട് തയ്യാറല്ല. ഇത് കേവലം എന്തെങ്കിലും എന്തിനെങ്കിലും വേണ്ടിയുള്ള സമരം ചേർന്ന് പറഞ്ഞു. അത് ഞങ്ങൾ കേട്ടു. കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയിട്ട് പോലും +1 പ്രവേശനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. 1ഉം 2ഉമല്ല 3ഓളം കുട്ടികളാണ് ഇത്തരത്തിൽ പരാതിയുമായി ഇപ്പോൾ ഇതാ രംഗത്ത് വന്നിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന ചേരുന്നുണ്ട്. മേഘ്ന, അതായത് മുഴുവൻ വിഷയത്തിലും A+ ലഭിച്ചിട്ടും 3ാമത്തെ അലോട്ട്മെന്റ് വരെ കാത്തിരിക്കണം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ മലബാർ മേഖലയിൽ +1 സീറ്റ് പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇത് പ്രതിപക്ഷം ആരോപിക്കുന്ന ഈ ഒരു കാര്യം ഇതിപ്പോൾ ഒരു ഉണ്ട് എന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? ഭദ്ര, മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി അത്രയേറെ രൂക്ഷമാണ്. അതായത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പ്രതിപക്ഷം ഇത് വലിയ രീതിയിൽ ഉന്നയിക്കുന്നുമുണ്ട്. അതായത് +1 സീറ്റ് വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഫുൾ A+ ലഭിച്ച കുട്ടികൾ പോലും സീറ്റ് കിട്ടാതെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളോ സബ്ജക്റ്റുകളോ കിട്ടാതെ പുറത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മലബാറിലുടനീളം കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. 1ഓ 2ഓ കുട്ടികളല്ല, മറിച്ച് 10,000-ഓളം കുട്ടികളാണ് ഈ ഒരു സീറ്റ്
പ്രതിസന്ധി പുറത്തേക്ക് പോകുന്നത്. അതിലാണ് നേരത്തെ തന്നെ UDF അടക്കം കോൺഗ്രസും ലീഗും ഇതിലൊരു പ്രത്യക്ഷ സമരവുമായി മുന്നോട്ട് വന്നിരുന്നു. ആ സമരം കടുപ്പിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനമുണ്ടായിരുന്നു. അതിന് തുടർച്ചയായാണ് ഇന്ന് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുന്നിൽ KSU ഒരു ഉപരോധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് KSU നേതാക്കളുടെ കൂടെ KSU പ്രവർത്തകരുടെ കൂടെ ഈ സീറ്റ് ലഭിക്കാത്ത കുട്ടികൾ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. 3ലധികം കുട്ടികൾ ഫുൾ A+ ലഭിച്ചിട്ടും അവർക്ക് +1ലേക്ക് ഇഷ്ടപ്പെട്ട സീറ്റ്, ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട സബ്ജക്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. അവരും ഈ സമരത്തിന്റെ ഭാഗമാവുകയാണ്. ഇപ്പോൾ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിക്കുകയാണ്. അവരെ KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. DD ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ അലോട്ട്മെന്റ് വന്നിട്ടും ഈ 10 A+ വാങ്ങിയിട്ടുള്ള മികച്ച വിജയം കൈവരിച്ചിട്ടുള്ള മിടുക്കികളായിട്ടുള്ള കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ പറ്റണം, ഇഷ്ടപ്പെട്ട സ്കൂൾ തിരഞ്ഞെടുക്കാൻ പറ്റണം. പലരും അവരുടെ വീടിനടുത്തുള്ള സ്കൂളുകളും മറ്റുമാണ്. അവർക്ക് ആ ഒരു സ്കൂൾ കിട്ടുന്നില്ല, ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് അവർ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ അധിക സീറ്റ് എന്നതിനപ്പുറത്തേക്ക് പുതിയൊരു ബാച്ച് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് KSU നേതാക്കളുടെ പ്രതിപക്ഷ സംഘടനകളുടെ ആവശ്യം. അതിന് വിദ്യാഭ്യാസ മന്ത്രി അടക്കം അങ്ങനൊരു സാധ്യത ഇപ്പോൾ ഇല്ല എന്ന് ആവർത്തിക്കുമ്പോഴാണ് പ്രതിപക്ഷം ഈ ഒരു സമരം ശക്തമാക്കുന്നത്. ഇപ്പോൾ DD ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇപ്പോൾ പോലീസുമായിട്ട് വാക്കേറ്റമടക്കം KSU പ്രവർത്തകർ നടത്തുകയാണ്. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇതിനൊരു തീരുമാനമുണ്ടാകാതെ ഇവിടെ നിന്ന് ഈ ഒരു കാര്യത്തിൽ, അതായത് പുതിയ ബാച്ച് അനുവദിക്കുക, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നം നല്ലതായി പഠിച്ച് മികച്ച വിജയം 10ാം ക്ലാസ്സിൽ കൈവരിച്ചിട്ടുള്ള ഈ വിദ്യാർത്ഥികളുടെ വിഷയം പരിഹരിക്കുന്നത് വരെ ഇവിടെ നിന്ന് ഈ സമരം പിന്നോട്ട് പോകില്ലെന്നും സമരവുമായിട്ട് മുന്നോട്ട് തന്നെ പോകുമെന്നുള്ളതാണ് ഇപ്പോൾ അല്പസമയത്തിന് മുന്നേ KSUവിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള VT സൂരജ് അടക്കം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. അങ്ങനെ ഇവിടെ മലബാറിൽ ഈ ഒരു പ്രതിസന്ധി 10,000-ലധികം വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉപരിപഠന സാധ്യതകളില്ലാതെ വഴിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ മലബാറിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ DD ഓഫീസ് KSU ഉപരോധിക്കുന്നത്. മെഗ്ന, അതായത് ഇവർ KSUക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് വളരെ ലാഘവത്തോടു കൂടിയാണ് RDD ഈ വിഷയത്തെ പരിഗണിക്കുന്നത്. കാരണം അവർക്ക് അറിയപ്പോലും ഇല്ല എത്രത്തോളം കുട്ടികൾക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ട്, എത്ര പേർ +2 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ അതിൽ ഫുൾ A+ ലഭിച്ചിട്ടുണ്ട് എന്നതിൽ കണക്കില്ല, എത്ര കുട്ടികൾക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നതിൽ കണക്കില്ല, എത്ര പേർ പുറത്ത് നിൽക്കുന്നു എന്നതിൽ കണക്കില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുമ്പോൾ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും അദ്ദേഹം നടത്തുന്നില്ല, ഒരു ലാഘവത്തോടു കൂടി ഈ വിഷയത്തെ കാണുന്നു എന്നുള്ളതാണോ? ഭദ്ര, അത് തന്നെയാണ്. അതായത് ഇപ്പോൾ KSU പ്രവർത്തകരടക്കം പ്രതിപക്ഷ സംഘടനയുടെ പ്രതിനിധികളായി വന്ന KSU പ്രവർത്തകരടക്കം ഈ RDD ഓഫീസറായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എത്രത്തോളം വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് വ്യക്തതയില്ല. അതായത് ആർക്കൊക്കെ ഇപ്പോൾ പ്രതിനിധികളായി, അതായത് സീറ്റ് ലഭിക്കാത്ത ഒരുപാട് കുട്ടികളുടെ പ്രതിനിധികളായിട്ടാണ് 3 വിദ്യാർത്ഥികൾ ഇവിടെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് KSU പ്രവർത്തകരുടെ കൂടെ. പക്ഷേ എത്രത്തോളം കുട്ടികൾ സീറ്റ് ലഭിക്കാതെ ഈ 2ാം അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും സീറ്റ് ലഭിക്കാതെ പുറത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് അധികാരികൾക്ക് കൃത്യമായിട്ട് വ്യക്തതയില്ല. അല്ലെങ്കിൽ അത് കൃത്യമായി പ്രതിഷേധക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി RDD ഓഫീസർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്, ഉന്നത അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിലടക്കം ഈ KSU പ്രവർത്തകർ തുടരെയായി ഈ പ്രതിഷേധം നടത്തുമ്പോഴും ഇതിനൊരു മറുപടി പറയുന്ന, അല്ലെങ്കിൽ എന്താണ് ഇതിന് പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയാൻ വേണ്ടി ഇവിടെ ഉന്നത അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ പ്രതിഷേധക്കാരെ അല്ലെങ്കിൽ ഏറ്റവും ഈ പ്രതിഷേധം ശക്തമാകാനുള്ള ഒരു കാരണം. മാത്രമല്ല ഇതിൽ ഫുൾ A+ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ മുഴുവൻ വിഷയങ്ങളിലും മുഴുവൻ മാർക്ക് ലഭിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഈ സീറ്റ് ലഭിക്കുന്നില്ല. ഈ പ്രതിനിധികളായി എത്തിയിട്ടുള്ള കുട്ടികളുടെയും ആവശ്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് തങ്ങളുടെ ചോയ്സിനനുസരിച്ചുള്ള ആദ്യ ഓപ്ഷനായി കൊടുത്ത സയൻസ് വിഷയം തന്നെ ലഭിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിന് ഒരു സാധ്യത 2ാം അലോട്ട്മെന്റ് കഴിഞ്ഞുമില്ല. ഇനി ട്രയൽ 2ാം അലോട്ട്മെന്റ് കഴിഞ്ഞ് 3ാം അലോട്ട്മെന്റിലേക്ക് എത്തുമ്പോഴും അത് എത്രത്തോളം ഈ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടും ഈ അധികാരികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. മാത്രമല്ല ഇതിൽ എത്രത്തോളം എങ്ങനെ ഈ ഒരു വിഷയം പരിഹരിക്കുമെന്നത് വിദ്യാഭ്യാസ മന്ത്രിയും ഇതിൽ ഒരു പുതിയ ബാച്ച് അനുവദിക്കുമെന്ന കാര്യത്തിൽ വലിയ സാധ്യതകളൊന്നും
ഒന്നും പറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ്, മാത്രമല്ല ഇതിൽ RDD ഓഫീസർ ഇപ്പോൾ പ്രതികരിക്കുന്നത് 3ാം അലോട്ട്മെന്റ് വന്നതിന് ശേഷം ചിന്തിക്കാം എന്നുള്ള കാര്യമാണ്. ഒരു അലോട്ട്മെന്റ് കൂടിയുണ്ട്, ഈ 3ാം അലോട്ട്മെന്റിന് ശേഷം പ്രശ്നം പരിഹരിക്കാം, ആ രീതിക്ക് കാര്യങ്ങൾ പോകാം എന്നുള്ളതാണ്. അതിന് ഒരു അനുനയിക്കാൻ വേണ്ടി പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പരിഹാര മാർഗം കണ്ടെത്താനോ ഈ ഉന്നത അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ RDD ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വിദ്യാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് RDD ഓഫീസിന് മുന്നിൽ KSU പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സാധ്യതകൾ അടക്കം കാണുന്നുണ്ട്. എന്തായാലും KSU പ്രവർത്തകർ ആരോപിക്കുന്നത്, പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിനിധിയെ ഏൽപ്പിച്ചുള്ള KSU പ്രവർത്തകരടക്കം ആവശ്യപ്പെടുന്നത് ഇതിൽ എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകണം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി, അത് 10,000-ഓളം കുട്ടികളാണ് ഇപ്പോൾ പുറത്തുള്ളത്. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിഷയം തിരഞ്ഞെടുക്കാൻ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്കൂളുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കണം. അതിനുള്ള ഒരു പരിഹാര മാർഗം അധികാരികൾ കാണണം. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ മികച്ചതായി പഠിക്കുകയും മികച്ച മാർക്ക് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പും അല്ലെങ്കിൽ ഇവിടുത്തെ ഉന്നത അധികാരികളും തന്നെയാണ്. അതിന് സാധിക്കാത്ത സർക്കാരും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും പരാജയം എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ KSU പ്രവർത്തകർ ഇവിടെ പ്രതിഷേധവുമായിട്ട് എത്തിയിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. തീർച്ചയായും മേഘ്ന, എന്തായാലും വളരെ കഷ്ടം തന്നെയാണ്. കാരണം 3ാം അലോട്ട്മെന്റ് വന്നതിന് ശേഷം തീരുമാനിക്കാം അല്ലെങ്കിൽ പരിഹരിക്കാം എന്നൊക്കെ പറയുന്നത് തന്നെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ഫുൾ വിഷയത്തിലും എല്ലാ വിഷയത്തിലും A+ നേടിയിട്ടുള്ള ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയെങ്കിൽ മേഘ്ന, മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ മുഴുവൻ വിഷയത്തിലും A+ നേടിയ കുട്ടികൾക്ക് ഇങ്ങനെയാണ് അവസ്ഥ എങ്കിൽ ചില വിഷയത്തിലൊക്കെ മറ്റ് ഗ്രേഡുകൾ നേടിയിട്ടുള്ള കുട്ടികളും ഉണ്ടാകില്ലേ? തീർച്ചയായും ഭദ്ര, അതായത് മലബാറിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ +1ലേക്ക്, അതായത് 10ാം ക്ലാസ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കൃത്യമായ അനുപാതത്തിൽ +1ലേക്ക് സീറ്റ് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം മലബാറിലെ സ്കൂളുകളിൽ ഇല്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിന് കുറച്ചുകൂടി പ്രാധാന്യം വരുന്നത് ഈ മുഴുവൻ A+ ലഭിച്ച കുട്ടികൾക്കടക്കം ഈ മാർക്ക്, അതായത് സീറ്റ് ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ അതായത് പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കേണ്ട വിദ്യാർത്ഥികളൊന്നും ഇതിന് അതായത് സീറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളൊരു വിഷയം തന്നെയാണ് പ്രധാനമായും ഇവിടെ മലബാറിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി വരുന്നത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പരിഹരിക്കേണ്ട, ഉന്നത അധികാരികൾ അടക്കം ഇടപെട്ട് വിദ്യാഭ്യാസ വകുപ്പ് അടക്കം ഇടപെട്ടുകൊണ്ട് പരിഹരിക്കേണ്ട വിഷയവും ഇത് തന്നെയാണ്. കാരണം 10 A+ ലഭിച്ചിട്ടുള്ള കുട്ടികളുടെ അവസ്ഥ ഇതാണെങ്കിൽ, അല്ലെങ്കിൽ ഉയർന്ന വിജയം കൈവരിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ അവസ്ഥ ഇതാണെങ്കിൽ, കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇനിയും ഉപരിപഠന സാധ്യത തേടുന്ന വിദ്യാർത്ഥികൾ പലരും പുറത്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. മാത്രമല്ല അവർക്ക് അവരുടെ ഇഷ്ട വിഷയം എന്നതല്ല, അവർക്ക് ഏതെങ്കിലും ഒരു വിഷയം ഏതെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കിട്ടുമോ എന്നുള്ളൊരു സംശയം വളരെ വലുതാണ്. അത് പരിഹരിക്കേണ്ടത്, അതായത് വിദ്യാർത്ഥികളുടെ ഈ ആശങ്കകൾ, വിദ്യാർത്ഥികളുടെ ഒരു കടമ എന്ന് പറയുന്നത് മികച്ച രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അതവർ ചെയ്തിട്ടുണ്ട്. ശേഷമുള്ള ഒരു കാര്യങ്ങളൊക്കെ പരിഹരിക്കേണ്ടത് അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്, അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. അതിവിടെ നിർവഹിക്കുന്നില്ല. 2 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും ഇത് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക പ്രയാസം അത് വലുതാണ്. കാരണം നേരത്തെ തന്നെ ഈ 10 A+ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളടക്കം നമ്മളോട് പ്രതികരിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ ഒരു മാനസിക പ്രയാസം അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം വളരെ വലുതാണ് എന്നുള്ളതാണ്. കാരണം മറ്റു കുട്ടികൾക്ക്, അതായത് മറ്റ് കാറ്റഗറി ഒക്കെ വെച്ച് മറ്റു കുട്ടികൾ പ്രവേശനം നേടി പോകുന്നു. പക്ഷേ ഇവർക്ക് അവർ ആഗ്രഹിച്ച വിഷയം അല്ലെങ്കിൽ ഇവർ ആഗ്രഹിച്ച കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള വിഷയങ്ങളൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇവർക്കുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം അത് വലുതാണ്. അത് ഇവരെ വലിയ പ്രയാസത്തിലാക്കുന്നു. 10ാം ക്ലാസ് റിസൾട്ട് വന്ന് 10ാം ക്ലാസ് SSLC പരീക്ഷാ ഫലം വന്ന് ഇത്രയും ദിവസം കഴിയുന്നു, 2 അലോട്ട്മെന്റ് കഴിയുന്നു, കുറച്ച് കഴിയുമ്പോൾ +1 ക്ലാസ് ആരംഭിക്കും. അപ്പോഴും ഇവർ പുറത്തു നിൽക്കേണ്ട ഒരവസ്ഥ അത് വലിയ ദയനീയം തന്നെയാണ്. അത് മലബാറിലാണ് ഏറ്റവും ഗുരുതരമെന്നും പറയണം. എന്തായാലും ഇവരുടെ പ്രതിസന്ധി പരിഹരിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്. അതിൽ ഏറ്റവും ദ്രുതഗതിയിലുള്ള ഇടപെടൽ നടത്തേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്. അതിന് സാധിക്കുന്നില്ല എന്നതാണ്. അതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ UDF-ഉം മുസ്ലിം ലീഗും കോൺഗ്രസും അടക്കം ഒരു പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് KSU പ്രവർത്തകർ KSU ജില്ലാധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇവിടെ RDD ഓഫീസ് ഉപരോധിക്കുന്നത്. ഇപ്പോൾ RDD ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി RDD ഓഫീസറെ ഉപരോധിക്കുകയാണ് KSU. എന്തായാലും ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ, മികച്ച രീതിയിൽ പഠിച്ച ഉന്നത മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ ഉന്നത മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ തന്നെ കുറച്ച് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം
ആഗ്രഹിച്ച വിഷയങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് തന്നെ 2 അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. ഇനി ഇത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഭദ്ര. പഠിച്ച പരീക്ഷ എഴുതി ഫുൾ A+ വാങ്ങി സീറ്റ് തരൂ സർക്കാരെ എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും സർക്കാർ കണ്ണു തുറക്കട്ടെ, അർഹരായവർക്ക് അർഹതയോടുകൂടിയിട്ടുള്ള സീറ്റുകൾ തന്നെ ലഭിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്കും ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. എന്തായാലും ഈ മലബാർ സീറ്റ് പ്രതിസന്ധി ഇപ്പോൾ വീണ്ടും ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേഘനയിലേക്ക് മറ്റൊരു വാർത്തയുമായി വരേണ്ടതുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്